മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ലയങ്ങളിൽ നിന്ന് കുടിയൊഴിയാൻ തൊഴിലാളികൾക്ക് ഉടമകളുടെ നോട്ടീസ്. 2 ദിവസത്തിനകം കുടിയൊഴിയണം എന്നാണ് കഴിഞ്ഞ 19-ന് നോട്ടീസ് ലഭിച്ചത്. ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇറങ്ങില്ല എന്നാണ് തൊഴിലാളികളുടെ നിലപാട്. കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിലാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളി കുടുംബങ്ങൾ. എത്രയും വേഗത്തിൽ ഇവരോട് കുടിയൊഴിഞ്ഞു പോകാനാണ് തൊഴിലുടമ നൽകിയ നിർദ്ദേശം. എന്നാൽ തൊഴിൽ ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ലയങ്ങളിൽ കഴിയുന്ന 15 കുടുംബങ്ങൾക്കാണ് നിലവിൽ കുടിയൊഴിയൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണം എന്നാണ് നോട്ടീസ്. ഈ നിലപാട് അംഗീകരിക്കില്ല എന്ന് തൊഴിലാളികൾ പറയുന്നു. ഈ ഭൂമി പുനരധിവാസത്തിന് ഞങ്ങൾ അതിനെതിരല്ല, പക്ഷെ ഞങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ഈ തൊഴിലാളികളായ ഞങ്ങളെ കൊണ്ട് എന്താണ് കണ്ടിട്ടുള്ളത്? ഞങ്ങൾക്കുള്ള ആനുകൂല്യം 14 വർഷമായിട്ട് PF പോലും അടച്ചിട്ടില്ല. 3 മാസമായി ശമ്പളം നൽകിയിട്ടില്ല. 10 വർഷത്തിലേറെയായി പ്രോവിഡന്റ് ഫണ്ട് അടച്ചിട്ടില്ല. തൊഴിൽ ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ കുടിയൊഴിഞ്ഞു പോകില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മാനേജ്മെന്റ് ഇതുവരെ നമ്മളോടൊരു ഒരു ചർച്ച ഞങ്ങൾ നടത്തിയില്ല. മാനേജ്മെന്റ് ആരും ചർച്ച നടത്തിയില്ല. ഭരണകൂടങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല ഇതുവരെ. ഇപ്പോൾ പെട്ടെന്ന് നോട്ടീസ് തന്നിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് അറിയുമ്പോൾ അത് പാകമല്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തെ സ്വാഗതം ചെയ്യുമ്പോഴും തൊഴിൽ അവകാശങ്ങൾ പോലും നൽകാൻ തയ്യാറാകാത്ത മാനേജ്മെന്റിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് തൊഴിലാളികൾ. വിഷയത്തിൽ സർക്കാർ ഇടപെടണം എന്നാണ് ആവശ്യം. ഞായറാഴ്ച തൊഴിലാളികളുടെ യോഗത്തിന് ശേഷം തുടർ നടപടികൾ ആലോചിക്കും. തൊഴിൽ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരവധി സമരങ്ങൾ നടന്ന ഇടമാണ് കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ്. കുടിയൊഴിപ്പിക്കലിനെതിരെയും ശക്തമായ പ്രക്ഷോഭപാതയിലേക്ക് നീങ്ങാനാണ് തൊഴിലാളികളുടെ തീരുമാനം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. തൊഴിലാനുകൂല്യങ്ങളൊന്നും നൽകാതെ കുടിയൊഴിഞ്ഞു പോകില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. വേണ്ടി വന്നാൽ സമരം എന്നാണ് അവരുടെ നിലപാട്. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഇല്ല, ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഇന്ന് വരെ ആയിട്ടില്ല. 2 മാസത്തോളമായി ഇവിടെ അളവും തൂക്കമായിട്ട് നടക്കുന്നു. ഞങ്ങൾക്ക് 3 മാസത്തിന് ഇവിടെ സർവീസിൻ്റെ ചെക്ക് കൊടുത്തിട്ട് 6 കൊല്ലമായിട്ട് കേസ് നടത്തി കൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി തൊഴിലാളിൻ്റെ ഫ്രോഡ് ഫണ്ട് അടച്ചിട്ട് ഇന്ന് വരെ ആരും അധികാരികളോ ആരും ഇതിനെക്കുറിച്ച് കണ്ടു തുറന്നിട്ടില്ല. ഞായറാഴ്ച ഞങ്ങൾ എല്ലാ തൊഴിലാളികളെയും തൊഴിലാളികളുടെ മക്കളെയും അവരുടെ ആശ്രിതരെ എല്ലാവരും വിളിച്ച് യോഗം ചേർന്നിട്ട് ഇവിടെ ഇപ്പോൾ ഒരു കല്ലിട ചടങ്ങ് നടത്തുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെ പ്രശ്നങ്ങൾ തീർത്തിട്ട് അവരെന്തുവാണെന്ന് ചെയ്തോട്ടെ. ഞങ്ങൾ തലമുറകളായി ജീവിച്ചു വന്ന മണ്ണിൽ നിന്ന് ഞങ്ങൾ പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? സർക്കാർ ഉദ്ദേശിച്ച വരെ ഇവിടെ പുനരധിവാസം ഇവിടെ നടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഞങ്ങളവിടെ പോയി പുനരധിവസിക്കാനാണ്. ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. മൊത്തത്തിൽ എല്ലാവരും 213 തൊഴിലാളികളുണ്ട്. ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. കിട്ടുന്ന ജോലിക്കൊക്കെ പോയി ജീവിക്കുകയാണ്. തൊഴിലാളികളുടെ കാര്യം പരിഹരിക്കാൻ ആരുമില്ല. നമുക്ക് എവിടെയും പോകാനില്ല. ഇപ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ വീട് കാര്യമൊന്നുമില്ല. ഇന്നലെ രാവിലെയാണ് കടലാസ് കിട്ടിയത്.